നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. CPIM-ൽ നിന്നും വളരെ ധൈര്യത്തോടുകൂടി നെഞ്ചും വിരിച്ച് ഇത് പറഞ്ഞിട്ട് ഇറങ്ങിയ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇപ്പോൾ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. കൃത്യമായ നിലപാട്, ഭയമില്ലാതെ സത്യം തുറന്നു പറയാൻ, അതിന് ഏത് കൊലകൊമ്പന്റെ മുന്നിലും തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ മലയാളികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. തമ്മിൽ എന്ന ശ്രീകണ്ഠൻ നായരുടെ 2 ഷോകളിൽ 2 എപ്പിസോഡുകളിൽ ശ്രീനാദേവി വരുമ്പോൾ ശ്രീനാദേവിയെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ശ്രീന അനുഭവിച്ച ഓരോ കാര്യങ്ങളും, താൻ അനുഭവിച്ച ഓരോ വേദനയും കൃത്യമായി നിയമത്തിന്റെ വഴികൾ വെച്ചുകൊണ്ട്, തെളിവുകൾ നിരത്തിക്കൊണ്ട്, കൃത്യമായ ഭാഷാചാരുതയോടുകൂടി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രീനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എവിടെയായിരുന്നു ഭായ് നിങ്ങൾ ഇത്രയും നാൾ എന്ന് ചോദിച്ചു പോവുകയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ശക്തയായ ഒരു വനിതാ നേതാവിനെ മലയാളികൾക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടും CPIM-ൽ നിന്നും കോൺഗ്രസിലേക്ക് എന്ന തീരുമാനം അത് ശ്രീനയുടെ കൃത്യമായ തീരുമാനമായിരുന്നു. അതൊരു ലൈഫ് ട്വിസ്റ്റിംഗ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ജനങ്ങൾ നിങ്ങളെ ആഗ്രഹിച്ചിരുന്നു. അധികാരത്തിന്റെ ആണഹന്തയുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുകയായിരുന്ന ശ്രീനാദേവിക്ക് ആ ചങ്ങലകളെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വരാൻ തോന്നിയ ആ മനസ്സുണ്ടല്ലോ, ആ നിമിഷമുണ്ടല്ലോ, അതാണ് ഏറ്റവും മനോഹരമായ നിമിഷം എന്ന് പറയുന്നത്. ശ്രീനാദേവിയെ കുറിച്ച് നമുക്ക് കുറച്ചു കാര്യങ്ങൾ പറയാം. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് എത്തിയ തനിക്ക് നേരിടേണ്ടി വന്ന ആദ്യകാല വെല്ലുവിളികളാണ് പലതും അവർ പങ്കുവെക്കുന്നത്. CPI പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും പാർട്ടിക്കുള്ളിൽ ചിലർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയും മറ്റുള്ളവർ നേരിടുന്ന അവഗണനയും ശ്രീനാദേവി തുറന്നു പറയുമ്പോൾ രാഷ്ട്രീയ സംഘടനകൾ സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് പുറമെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾ തഴയപ്പെടുകയാണ് എന്ന് അവർ ആരോപിക്കുകയാണ്. പാർട്ടിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതോടെ തനിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉയരാൻ തുടങ്ങിയിരുന്നു. അത് മാനസികമായി തളർത്താൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയത്തിലെ സ്ത്രീവിരുദ്ധതയും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും ഒക്കെ തന്നെ അത് വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യമായതിന് പിന്നാലെയാണ് പാർട്ടി വിട്ടിറങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ ചില നേതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നിന്നു കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് സ്ഥാനമില്ലാത്ത അവസ്ഥയുണ്ട് എന്ന് ശ്രീനാദേവി തുറന്നടിക്കുകയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പുറമെ വലിയ കാര്യങ്ങൾ പറയുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് സ്ത്രീകൾ തഴയപ്പെടുകയാണ്. നേതാക്കളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന രീതി തന്നെയാണ് നിലവിലുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ മഹിളാ സംഘടനകൾ പലപ്പോഴും ഇത്തരം തെറ്റുകൾക്ക് കുടപിടിക്കുന്നവരായി മാറുന്നുണ്ടെന്നും അവർ വേദനയോടുകൂടി തന്നെ പങ്കുവയ്ക്കുന്നു. പ്രാദേശിക നേതാക്കളുടെ ഇടപെടലുകൾ പലപ്പോഴും വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാവുകയാണ്. പാർട്ടിക്കുള്ളിൽ താൻ എടുത്ത ഉറച്ച നിലപാടുകളെക്കുറിച്ചും അത് പലരെയും ചൊടിപ്പിച്ചതിനെക്കുറിച്ചും അവർ വിവരിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. സംഘടനയ്ക്കുള്ളിൽ ജനാധിപത്യമുണ്ട് എന്ന് പറയുമെങ്കിലും സത്യത്തിൽ മുകൾ തട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് നടക്കുന്നത് എന്ന് അവർ ആരോപിക്കുന്നു. ഭയമില്ലാത്ത നിലപാടുകൾ തന്നെയാണ് മലയാളികൾക്ക് ഇപ്പോൾ ശ്രീനാദേവിയെ അത്രയും അവർ ചേർത്ത് പിടിക്കാനും കാര്യം. രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനും മാനസികമായി തളർത്താനും നടത്തിയ ശ്രമങ്ങളെ അവർ വിവരിക്കുകയാണ്. കുടുംബാംഗങ്ങളെ പോലും ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ തന്റെ കുടുംബം തനിക്ക് വലിയ പിന്തുണയാണ് നൽകിയതെന്നും അവർ വ്യക്തമാക്കുകയാണ്. താൻ എന്തിനാണ് ഇത്ര ബോൾഡായി സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് സത്യം പറയുന്നതിന് ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന ഒരൊറ്റ മറുപടി മതിയല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന സ്ത്രീയെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ. രാഷ്ട്രീയത്തിലെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് താൻ തയ്യാറല്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിൽ സത്യസന്ധമായി നിലനിൽക്കുക എന്നത് വലിയ വെല്ലുവിളികളാണ് എന്നും പലപ്പോഴും നുണകൾ പറയുന്നവരാണ് കൂടുതൽ സ്വീകാര്യതയുള്ളവരായി മാറുന്നത് എന്നും അവർ നിരീക്ഷിക്കുന്നു. താൻ കണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിലൂടെ ഉണ്ടായ പ്രത്യാഘാതങ്ങൾ അവർ പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ എന്റെ നാവിൽ നിന്ന് സത്യം വരുന്നത് തടയാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് നേതാക്കളോട് നേരിട്ട് പറഞ്ഞ കാര്യം അവർ ഓർക്കുന്നു. ഭയമെന്ന വികാരം തന്നെ വിട്ടുപോയി എന്നും അവർ കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെ മൗനം അത് ശരിയായ നടപടിയല്ല. പല സ്ത്രീകളും ഇത്തരം അനുഭവങ്ങൾ പുറത്തു പറയാത്തത് കുടുംബത്തെയും ഭാവിയെയും ഓർത്താണ് എന്ന് അവർ പറയുന്നു. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, പക്ഷെ പലർക്കും ആ പേടിയുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നു. പാർട്ടിക്കുള്ളിൽ നേതാക്കളുടെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യുന്നവരെ ഒതുക്കാൻ അച്ചടക്ക നടപടി എന്ന ആയുധമാണ് ഉപയോഗിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യുന്നവരുടെ നട്ടെല്ലൊടിക്കാനുള്ള ശ്രമമാണ് എന്ന് അവർ തുറന്നടിക്കുന്നു. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തപ്പോൾ സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച്
കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു സ്ഥിരം രീതിയാണ് എന്ന് അവർ നിരീക്ഷിക്കുന്നു. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടന്ന പ്രചാരണങ്ങൾ ഇതിന് ഉദാഹരണമാണ്. കുടുംബത്തിന്റെ പിന്തുണ, ഇത്രയും വലിയ സൈബർ ആക്രമണങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും തന്റെ കുടുംബം തനിക്കൊപ്പം ഉറച്ചു നിന്നു. അത് നൽകിയ കരുത്ത് തന്നെയാണ് ഇപ്പോഴും പൊതുരംഗത്ത് നിലനിർത്തുന്നത് എന്ന് അവർ വൈകാരികമായി തന്നെ പറയുന്നു. തന്നെ വിമർശിക്കുന്നവരോട് തനിക്ക് വ്യക്തിപരമായ വിദ്വേഷമില്ല. എന്നാൽ അവർ ഉയർത്തുന്ന തെറ്റായ ആരോപണങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. താനൊരു സാധാരണ സ്ത്രീ അല്ലെന്നും വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇത്തരം ഭീഷണികളെ ഭയപ്പെടുന്നില്ല എന്നും അവർ പറയുന്നു. തന്നെ തളർത്താൻ നോക്കിയവർക്ക് തന്റെ കരുത്ത് മനസ്സിലായില്ല എന്ന് അവർ പരിഹസിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകൾ, ഇന്റേണൽ കമ്മിറ്റീസ് പലപ്പോഴും വെറും നോക്കുകുത്തികളാണ് എന്ന് അവർ വിമർശിക്കുന്നു. ഒരു സ്ത്രീ പരാതിയുമായി ചെന്നാൽ അവളെ ഒതുക്കാൻ നോക്കുന്നതല്ലാതെ നീതി ഉറപ്പാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് അവർ വേദനയോടെ പറയുന്നു. വെറും പോസ്റ്റർ ഒട്ടിക്കാനും ഘോഷയാത്രകളിൽ പങ്കെടുക്കാനും മാത്രമാണ് പലപ്പോഴും സ്ത്രീകളെ ഉപയോഗിക്കാറ്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനടുത്ത് സ്ത്രീകളെ അടുപ്പിക്കാറ് പോലുമില്ല. എന്തുകൊണ്ടാണ് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുമെന്നും തന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർ പറയുകയാണ്. സത്യത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ വിശ്വസിക്കാൻ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഇന്ന് ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്. കാരണം കുറെ അധികം ആളുകൾക്കെങ്കിലും ശ്രീനാദേവിയിൽ വിശ്വാസമുണ്ട്, ശ്രീനാദേവിയിൽ പ്രതീക്ഷയുണ്ട്. മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാനുള്ള ധൈര്യവും ലീഡർഷിപ്പ് ക്വാളിറ്റിയുമുള്ള ശ്രീനാദേവി നമ്മുടെ നാടിന് തന്നെ ആവശ്യമാണ്. ഇനി ഒതുക്കാൻ ഇപ്പോഴുള്ള പാർട്ടിക്കാർ ശ്രമിച്ചാലും അങ്ങനെ ഒതുങ്ങാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ശ്രീന.